ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ ഒരു വൈറൽ സംഭവം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം ആരാണതെന്ന്. അവളും അവനും പേഴ്സണലി ചെയ്തൊരു കാര്യമാണ്. ഇവന്റെയോ അല്ലെങ്കിൽ അവളുടെയോ ഒരു പിഴവ് കാരണം ആ വീഡിയോ പുറത്തു വന്നു. അത് നമ്മൾ ഷെയർ ചെയ്ത് അവരെ ജീവിതം നമ്മൾ ഇല്ലാതാക്കുന്നത്. സ്വന്തം വീട്ടിൽ വന്നാൽ നോവുമല്ലേ നമുക്ക്. കണ്ടാരി വീട്ടിലാണെങ്കിൽ ഞാൻ ആരെയും ന്യായീകരിക്കണമല്ല. എൻ്റെ ഇൻസ്റ്റയിൽ ഒരു പേജ് ഞാൻ കണ്ടു, ഞാൻ കാണിച്ചത് എന്താണ്. അതൊരു കമന്റ് വന്നിട്ടുണ്ട്, സ്വന്തം അമ്മയെ നോക്കി ഇവരെ സ്വയംഭോഗം ചെയ്യണ ഒരു സമൂഹത്തിന്റെ ഇടയ്ക്കകത്താണ് നമ്മൾ നിൽക്കണത്. ലസ്റ്റിനെ നമ്മൾ വേണം കൺട്രോൾ ചെയ്യാനുള്ളത്, അല്ലാതെ ലസ്റ്റ് അല്ല നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ളത്. ലസ്റ്റ് നമ്മളെ കൺട്രോൾ ചെയ്ത എന്തായിരിക്കും അവസ്ഥ? ഇതായിരിക്കും അവസ്ഥ. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ഡാർക്ക് സൈഡായി ഞാൻ കാണിച്ചു തരുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ മെന്റാലിറ്റി വരാൻ കാരണം? എനഫ് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ. പോൺ ഈസ് നോട്ട് റിയൽ സെക്സ്. അത് വെറും ഒരു ഫാന്റസിക്ക് വേണ്ടി ഇറക്കിയ ഒരു സാധനങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ ഫോറിൻ കൺട്രീസിൽ ഇങ്ങനെയൊന്നും വരാത്തത്? ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്യണതും എക്സ്പ്രസ് ചെയ്യണ ഒരു കൺട്രീസ് ഫോറിൻ കൺട്രീസ്. ഒരു സാധനം നിനക്ക് അഡിക്റ്റഡ് ആയിട്ടുണ്ടോ? ഇറ്റ്സ് എ ഡ്രഗ്. 5 കഴിഞ്ഞാൽ ട്യൂഷൻ വിടുമെന്നുണ്ടെങ്കിൽ 5 മുന്നേ അവന് സെക്സേഷൻ കൊടുത്തിരിക്കണം. കാരണം ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു സാധനമുണ്ട്, ഈ സുനാപ്പി മൊബൈല്. ഈ മൊബൈല് മതിയുടെ മക്കളെ ലൈഫ് തന്നെ